കുഞ്ഞുനാളിലേ ഉള്ളൊരാശയായിരുന്നു കൊട്ടാരത്തിൽ ജീവിക്കണമെന്ന്. ആരും കള്ളന്മാരായി ജനിക്കുന്നില്ല. സാഹചര്യമാണ് അവരെ അങ്ങനെ ആക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കാര്യം തന്നെ എടുക്കാം. നിങ്ങൾ തടി മോഷ്ടിച്ചു, വിറ്റു. നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് അതെന്റെ കണ്ണിൽ തന്നെ പെട്ടു. ആ ഓട്ടെ, കള്ളന്മാരാണേലും നിങ്ങളെ എനിക്കിഷ്ടമാ. ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല പാചകമാണല്ലോ. ഉർമീസിന് ഇതിനു മുമ്പ് കുശിനിപ്പണിയായിരുന്നോ? ഇപ്പൊ കുശിനിപ്പണിയാണ്. മാപ്പിളവർക്ക് വേറെ ചില പണികളൊക്കെ അറിയാം. അത് പോകെ പോകെ സാറിന് മനസ്സിലായിക്കോളും. തിരുമനസ് ഞണ്ണുക. ഇവിടെ ഈ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുകയുള്ളൂ. ചിക്കൻ 65, തന്തൂരി 25, മട്ടൺ 85. ഇതൊക്കെ കഴിച്ചാണ് ഞാൻ എന്റെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കണ്ടപ്പോഴേ മനസ്സിലായി, ഇത് കൊട്ടാരമാണ്. പച്ചക്കറികളെ പാടുള്ളൂ, കടിച്ചു പറിക്കുന്നൊന്നും പാടില്ല. എന്റെ ആരോഗ്യം തകരാറിലാവുമല്ലോ. ഓക്കെ, മാനേജ് ചെയ്തോളാം. ഞാനിവിടെ നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണെന്ന് ആ മഹാദേവ വർമ്മയോ അയാളുടെ വക്കീലോ അറിഞ്ഞാൽ പിന്നെ എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് അപ്പൊ ചോർത്തി കൊടുക്കാൻ പറയും. എന്റെ കർത്താവേ, പേടിക്കണ്ട, ഞാനൊരു അക്ഷരം പറയത്തില്ല. ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കുന്നവനാ ഈ സദാനന്ദൻ. ആ ശങ്കരനാരായണന്റെയും ചോറ് കുറെ ഉണ്ടതല്ലേ, അപ്പൊ പിന്നെ അവിടെ ഒരു കൂറ് കാണിക്കാതിരിക്കുവോ? അത് പഴഞ്ചോറായില്ലേ? ആ, പഴയതിനെ പറ്റി പറഞ്ഞപ്പോഴാ ഓർത്തത്. അപ്പുറത്ത് പഴയ കാര്യസ്ഥന് മോളുവാ താമസിക്കുന്നത്. അതെ, എന്താ ചുമ്മാ? എന്ത് ചുമ്മാ? വെറും ചുമ്മാ. നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്ന എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നേ. മതി ശേഖരൻ, ഒത്തൊരുമ. ഞങ്ങള് തമ്മിൽ ഭയങ്കര സ്നേഹ. സാറ് തിന്നട്ടെ. മോനെ, നീ വന്നോടാ. എന്റെ മോനെ, നീ എപ്പോഴും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പൂപ്പന് ഒരു രസവുമില്ല. അതുകൊണ്ടല്ലേ അടിക്കടിക്ക് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നത്. എങ്ങനെയുണ്ട് കൊട്ടാരത്തിലെ ജീവിതം? ഒന്നും പറയണ്ട അപ്പൂപ്പ. കൊട്ടാരത്തിലെ ജീവിതം എന്നൊക്കെ പറഞ്ഞ വളരെ ബുദ്ധിമുട്ടാ. ഞാൻ നിന്റെ കൂടെ കൊട്ടാരത്തിൽ വന്നാൽ എന്താ എന്ന് ആലോചിക്കുക. നിനക്കൊരു കൂട്ടുവാങ്ങുമോ? എനിക്കിപ്പോ അവിടെയുള്ള കൂട്ടൊക്കെ തന്നെ ധാരാളമാ. അതിലൊരുത്തന്റെ കട്ടയും പടവും ഇന്നോ നാളെയോ ഞങ്ങൾ മടക്കാം. അതാരാ? ഒരു പ്രേതം. ഇരട്ട കൊലപാതകം നടന്ന സ്ഥലമല്ലേ, അതിലൊരു പ്രേതം. ഒക്കെ പറയാം, വാ. ആരടാ മനസ്സമായിട്ട് മൂത്തൊഴിക്കാൻ സമ്മതിക്കില്ലോ? ഇവിടെ വേണം. നിന്നെ ഞാൻ സമാധാനമായിട്ട് ഇരുത്താം. അയ്യോ, തമ്പുരാനായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അവന്മാരെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി അയച്ചിട്ട് നീ ഇപ്പൊ അവരുടെ അടുത്ത് കൂടിയല്ലേ? അയ്യോ, കൂടിയതല്ല, കൂടി പോയതാ. യക്ഷികളി ചീറ്റി എന്ന് കരുതി സാക്ഷി സദാനന്ദൻ തോറ്റു പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. ഒരു മിത്രമായ അകത്ത് കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക, എന്നിട്ടാണ് ഇതിനെ പുറത്തിറക്കാം. അത് നടത്തിയില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും. ഇനി ഒന്ന്, പിന്നൊരു കാര്യം, ഇതിൽ എന്റെ കൈ ഉണ്ടെന്ന് അവരറിയരുത്. അത് ഞാൻ ഏറ്റു. എന്നാ ബാക്കി ഒഴിച്ചോട്ടെ. അനന്താ, അനന്താ, ഇങ്ങനെ നോക്കൂത്തിയെ പോലെ ഇവിടെ ഇരുന്നോ? അവിടെ നടക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് വക്കീലിന് അറിയോ? ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സന്തോഷം, ഞാൻ രക്ഷപ്പെട്ടല്ലോ. ഫലിതബിന്ദു വെക്കാനല്ലേ വന്നത്? കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനൊരു കക്ഷിയുടെ ഒപ്പിച്ചോണ്ട് വന്ന റമ്മ നശൂലെ നക്കിക്കൊണ്ടിരിക്കുക. ചോദിക്കാൻ ചെന്നപ്പോ എന്റെ കർണത്തടിച്ചു. പോരാത്തതിന് ഒരു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ. ഇന്ന് ആ തെണ്ടിയെ തല്ലിക്കൊന്ന് ചാക്കിനകത്താക്കി പുഴയിൽ ഒഴുക്ക് ഞാൻ. ഇതിന് ഒത്തീർപ്പുണ്ടാക്കാൻ വന്നാൽ നീ ഒന്നടിച്ചോ? അവൻ നിന്നെ ഇതേപോലെയാണ് അടിച്ചത്. അവൻ നിന്നോട് ഓംലെറ്റ് അടിക്കാൻ പറഞ്ഞോ? ഇന്ന് അവനെ പീസ് പീസ് ആക്കിയിട്ട് തന്നെ കാര്യം തുടങ്ങാം. എന്നാ തുടങ്ങാം. പോ. അയ്യോ, കൈ കൈ. എത്ര നേരമാണോ പറഞ്ഞിട്ട്? രണ്ട് തടിയന്മാരിവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്കൊരു ഓംപ്ലേറ്റ് ഉണ്ടായി തരാൻ പറ്റില്ലെന്ന് വെച്ചാ ചെറ്റകളെ. തുടങ്ങിക്കോ. ലോറി, തടി, പോലീസ്, കോടതി, ജയില്. എന്ത്? ഓംലെറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിക്കോളാൻ. മറ്റോ ഉള്ളി അരിയാം. ഓംലെറ്റ് വേണ്ട. ഞാൻ സദാനന്ദൻ, കൊട്ടാരത്തിലെ റസീവറുടെ PA.
ഇത് കുറച്ച് പായസം. ഇന്നെന്റെ പിറന്നാളാ. അയ്യോ വേണ്ടിയിരുന്നില്ല. അവിടെ ഇതൊക്കെ വെക്കാൻ ആരാ ഉള്ളത്? ഞാനൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട്, ഉറുമീസ്. പേര് ഉറുമീസ് എന്നാണെങ്കിലും പ്രവൃത്തിയൊക്കെ കൊട്ടാരച്ചിട്ടയിൽ തന്നെ. എന്താ പേര്? രോഹിണി. നക്ഷത്രവും അത് തന്നെയാവും അല്ലേ? അല്ല, മകം. മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ. എന്തൊരു യോജിപ്പ്. ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത്? അതെ അതിനൊന്ന് പൂരമല്ലല്ലോ, ആയില്ലയല്ലേ? അതെ, ആയില്യാണ്. എന്നാ പൂരവുമാണ്. ഇപ്പൊ ഈ നാളുകൾക്കൊന്നും ഒരു സ്ഥിരതയും ഇല്ലാണ്ടായി. രാഷ്ട്രീയക്കാരെ പോലെ എപ്പോ വേണമെങ്കിലും കാര്യം പറയാൻ പിടിച്ചാട്ടെ. പാത്രം ഇപ്പൊ തരാം. വേണമെന്നില്ല. അബദ്ധമായല്ലോ. ഇവളീ നാളെ കയറി പിടിക്കുന്ന ആരുണ്ട്? വേറെ നമ്പർ ഇടാം. ഇങ്ങനെ പോയാലേ അവൻ റിസീവറും വക്കീലും ഗുമസ്തനുമാകും. ഇന്ന് അവൻ പായസം ഉണ്ടാക്കി അവക്ക് കൊടുത്തു, നാളെ അവൻ പോയസൺ ഉണ്ടാക്കി നമുക്ക് തരും. നനഞ്ഞടം നോക്കി കുഴിക്കുക അവൻ കൊഴുത്തുരുമ്പ്. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. എത്ര നാൾ സഹിക്കും? അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റവും ഒന്നും എനിക്ക് കൊണ്ട് സൂഹിക്കുന്നില്ല. ഒരലവലാളിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കും? അവൻ വലിയ രാജാവ്, നമ്മൾ വെരി പൂർ പ്രജകളും. അവന്റെ ജാതകത്തിലും ചിലപ്പോ രാജയോഗം കാണുമായിരിക്കും, അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, ഇത് കുരുട്ട് ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാണ്. അത് നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. അവൻ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തി അടിക്കണം. എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രമേ, ഇന്ന് ഞാൻ തന്ന പായസം പായസമേ അല്ല, എന്റെ പ്രേമത്തിന്റെ സിമ്പലാണ്. എന്റെ സതുവേട്ടാ എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണപുടങ്ങളിൽ ഡും 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 എന്ന് അലയടിക്കുകയാണ്. പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന രണ്ട് കശ്മലന്മാരുണ്ട് ഇവിടെ. ആ ഫൽഗുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ്. തീപ്പട്ടി ഉണ്ടോ? ഒന്ന് പോടോ. ഉണ്ടെങ്കിൽ കൊടുക്കണോ? അയ്യടാ. ഈശോയെ, അനക്കമില്ല. അവൻ ചത്തു. സിസ്റ്റർ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ഔ. സ്കാൻ റിപ്പോർട്ട് കിട്ടിയാലേ എന്തെങ്കിലും പറയാനൊക്കൂ. ഞാൻ പറഞ്ഞില്ലേ? നിങ്ങളല്ലേ ഇന്നലെ ഈ രോഗി ഇവിടെ അഡ്മിറ്റ് ചെയ്തത്? അതെ. എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത്? അതെ, ഒരു രോഗിയെ കൊണ്ടുവന്ന ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണമെന്ന് അറിയില്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. സിസ്റ്റർ, കൂടുതൽ പറഞ്ഞ് ഞങ്ങളെ വേദനിപ്പിക്കരുത്. ഇവൻ ഈ അവസ്ഥയിൽ ഇവിടെ കിടക്കുന്ന കാണാൻ കഴിയാത്തോണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെയാ കഴിഞ്ഞിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്റർ? തട്ടിപ്പോവോ? ബോധം കണ്ടിട്ട് കിടക്കുക. ഒരു ഓർലിക്സ് തരുവോ? നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ബോധം വീണു. ഞങ്ങളുടെ ബോധം പോയി. ഇവന് പണ്ടേ തലയ്ക്ക് സുഖമില്ലാത്തവനാ. പ്രാന്ത് 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 നിന്റെ തന്തയ്ക്ക. സിസ്റ്റർ, ഒരു മിനിറ്റ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അതുകൊണ്ട് എപ്പോഴൊക്കെ ബോധം വരുന്നു അപ്പോഴൊക്കെ മയക്കുമരുന്ന് കുത്തിവെച്ചേക്കണം. ഒരു കാരണവശാലും ഇവനെ ആശുപത്രി വിട്ട് പുറത്തു പോകാൻ അനുവദിക്കരുത്. ഭയങ്കര ശല്യക്കാരനാ. പ്രത്യേകിച്ച് വെള്ള സാരി ഉടുത്ത പെണ്ണുങ്ങളെ കാണുമ്പോ. ആണോ? ആ. എങ്കിൽ ഞാൻ ഏറ്റു. ആ ഏറ്റു.